KP മുഹമ്മദ് മൗലവിയുടെ രചനാ ജീവിതത്തെ സംബന്ധിച്ച് നമ്മോടൊരു പങ്കുവെക്കാനായി ബഹുമാന്യനായ എഴുത്തുകാരനും ചിന്തകനും പ്രഭാഷകനുമായ ചെറിയവണ്ടം അബ്ദുൽ ഹമീദ് മൗലവിയെ ആദരപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിർ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിജാവ. ബഹുമാന്യരായ ഇസ്ലാഹി പ്രസ്ഥാന നേതാക്കളെ, എൻ്റെ ഏറെ സ്നേഹമുള്ള, ഏറെ ഗുണകാംക്ഷയോടെ പരിഗണിക്കുന്ന സദസ്സിലുള്ള ഇസ്ലാഹി സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ KP മുഹമ്മദ് മൗലവിയുടെ എഴുത്തിനെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ സംബന്ധിച്ച് ഒരു വിശകലനം നടത്താനാണ് ഇതിൻ്റെ സംഘാടകൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൃഹാതുരതയോടെ അല്ലാതെ എനിക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ കഴിയില്ല. കുറേ കാലം മുമ്പ് ചെറിയ മുണ്ടത്ത് നിന്ന് താമസം മാറ്റി എന്നുണ്ടെങ്കിലും ഈ നാട്ടുകാരനായ ഈ ഉള്ളവൻ KP മുഹമ്മദ് മൗലവിയുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടെ പോകാറുണ്ടായിരുന്നത് ഈ കുറുക്കോൾ കുന്നത്ത് നിന്ന് തുടങ്ങിയിട്ട് കുറ്റിപ്പാലയിൽ അവസാനിക്കുന്ന ആദ്യകാലത്തെ ഇടവഴിയും പിൽക്കാലത്തെ റോഡുമായുള്ള ഈ മാർഗത്തിലൂടെയായിരുന്നു. ഇപ്പോഴും വേറെ ഏത് ഭാഗത്ത് കൂടി യാത്ര ചെയ്യുമ്പോഴുള്ളതിനേക്കാൾ ഏറെ എന്തോ ഒരു വൈകാരികമായ ഒരനുഭൂതിയോ എന്തോ പ്രത്യേകമായിട്ടുള്ള ഒരു സന്തോഷമോ ഈ ഭാഗത്ത് കൂടി പോകുമ്പോഴുണ്ട്. ആ ഭാഗത്തുള്ള പല ആളുകളും ഇപ്പോഴും ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകളാണ്. KP മുഹമ്മദ് മൗലവിയെ ഞാൻ പരിചയപ്പെടുന്നത് ഞാൻ വളവന്നൂർ ജുമഅത്ത് പള്ളിയിലെ ഒരു പള്ളി ദർസിലെ വിദ്യാർത്ഥിയായിരുന്ന, ഒരു മുത്തഅല്ലിമായിരുന്ന കാലത്താണ്. 1957-58 കാലത്താണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് വെള്ളിയാഴ്ച തോറും KP മൗലവി വരമ്പനാല അങ്ങാടിയിൽ വരാറുണ്ടായിരുന്നു. അവിടെയുള്ള കോയക്കുട്ടി മൗലവിയുടെ മരുന്ന് കട പല ചിന്താഗതിക്കാരായ ആളുകൾക്ക് ഒത്തുകൂടാനുള്ള ഒരു സ്ഥലമായിരുന്നു. ആദ്യകാലത്ത് കോയക്കുട്ടി മൗലവിയും ഇസ്ലാഹി ആശയക്കാരനായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹം ഒരു ജമാഅത്തെ ഇസ്ലാമി ആശയക്കാരനായിട്ട് മാറി. അങ്ങനെ ഒക്കെയാണെങ്കിലും അവിടെ മിക്ക വെള്ളിയാഴ്ചകളിലും KP മൗലവി അവിടെ വരാറുണ്ടായിരുന്നു. പലപ്പോഴും ഇവരുമായി പല വിഷയങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. കോയക്കുട്ടി മൗലവിയും മമ്മി സാഹിബും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ സജീവ പ്രവർത്തകരായപ്പോൾ KP അവരുമായൊക്കെ സൗഹൃദ സംവാദം നടത്തിയ സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ വളരെ ചെറുപ്പമാണ് എന്നുണ്ടെങ്കിലും ഞാനിത് നിരീക്ഷിക്കാറുണ്ടായിരുന്നു. വളവന്നൂർ ജുമഅത്ത് പള്ളിയിൽ നിന്ന് വല്ലപ്പോഴും വരമ്പനാലയിൽ എത്താൻ കഴിഞ്ഞാൽ വരമ്പനാലയുടെ ഒരു പ്രത്യേകതയാണ് ഇസ്ലാഹി രംഗത്തുള്ള ആശയങ്ങളെ സംബന്ധിച്ച ചർച്ചകൾ. അവിടെയുള്ള സുന്നി പള്ളിയിലെ പ്രധാന അധ്യാപകനായിരുന്ന അലവി മൗലവിക്ക് പോലും ഇസ്ലാഹി ആശയങ്ങളെ സംബന്ധിച്ച് നല്ല അറിവുണ്ടായിരുന്നു. ആ മദ്രസയുടെ ഭാരവാഹികളായിരുന്ന മമ്മൂക്കുട്ടി മാഷും മറ്റുമൊക്കെ ഇസ്ലാഹി ആശയക്കാരായിരുന്നു, സുന്നി മദ്രസയാണെങ്കിൽ പോലും. അങ്ങനെ വരമ്പനാല എന്ന് പറയുന്നത് അവിടുത്തെ സുന്നികളും ജമാഅത്തുകാരും മുജാഹിദുകളും ഒക്കെ തന്നെ ഒട്ടൊക്കെ പ്രബുദ്ധത നേടുകയും സൗഹൃദപൂർവം ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ പരസ്പരം സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലെത്തിയിരുന്നു. വളരെ ചെറുപ്പമായിരിക്കുന്ന കാലത്ത് ഞാനിതൊക്കെ നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ KP മൗലവിയോട് നേരിട്ട് വ്യക്തിപരമായി പരിചയപ്പെടാവുന്ന ഒരവസ്ഥയിലായിരുന്നില്ല ഞാൻ. പിൽക്കാലത്ത് 1964 മദീനത്തുൽ ഉലൂമിൽ ഞാനൊരു വിദ്യാർത്ഥിയായി ചേരുകയും ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അരീക്കോട്ട് ചെന്ന് KPയുമായി ഒരു പ്രത്യേക പ്രശ്നം, ഞാനത് വിശദീകരിക്കുന്നില്ല, KPയുടെ സഹകരണം എനിക്ക് അത്യാവശ്യമായിരുന്നു. അങ്ങനെ പോയിട്ട് അന്ന് അരീക്കോട് പ്രിൻസിപ്പളായിരുന്ന KPയുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ്
പ്രിൻസിപ്പളല്ല, അദ്ദേഹം അവിടുത്തെ പ്രധാന അധ്യാപകനായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ആ കാലത്ത് 64 കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്തായിരുന്നാലും അദ്ദേഹം ആ വിഷയത്തിൽ വളരെ താല്പര്യപൂർവ്വം ഇടപെടുകയും എനിക്ക് വേണ്ടി ഗുണകരമായ സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്തു. അന്ന് മുതൽക്കാണ് ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി പരിചയപ്പെടുന്നത്. ഏതായിരുന്നാലും ദീർഘകാലം, വളരെ ദീർഘകാലം KP മുഹമ്മദ് മൗലവിയുടെ എഴുത്ത് കാര്യത്തിലും എൻ്റെ രചനകളിലും എല്ലാം ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നല്ല പറയേണ്ടത്, അദ്ദേഹത്തിൻ്റെ എല്ലാവിധത്തിലുള്ള പിന്തുണയും സഹകരണവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ KP മുഹമ്മദ് മൗലവിയെ ഏറ്റവും ആദ്യമായി പരിചയപ്പെടുന്നത് അൽ ബുഷ്റ എന്ന അറബി മാസിക വഴിക്കാണ്. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ പ്രസിദ്ധീകരിക്കുന്ന അൽ ബുഷ്റ എന്നൊരു മാസിക ഉണ്ടായിരുന്നു. 1960കളിലും 70കളിലും ആ മാസിക ഇടയ്ക്കിടെ മുടങ്ങിയും മറ്റുമൊക്കെ മുന്നോട്ട് പോയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ അൽ ബുഷ്റ മാസികയുടെ ചീഫ് എഡിറ്റർ പിൽക്കാലത്ത് അൽമനാറിൻ്റെ ചീഫ് എഡിറ്റർ ആയതുപോലെ തന്നെ KP മുഹമ്മദ് മൗലവി ആയിരുന്നു. അന്ന് അതിൽ അദ്ദേഹം ലേഖനം എഴുതിയിരുന്നത് അബൂ സൽമ എന്ന പേരിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് ചേർത്തിട്ട് അബൂ സൽമ എന്ന പേര് വെച്ചിട്ടായിരുന്നു അൽ ബുഷ്റ മാസികയിൽ KP മുഹമ്മദ് മൗലവി ലേഖനം എഴുതാറുണ്ടായിരുന്നത്. തിരൂരിലെ അക്കാലത്ത് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ അച്ചടിച്ചിരുന്നതും അൽ ബുഷ്റ മാസിക അച്ചടിച്ചിരുന്നതും തിരൂരിൽ ഇന്നുമുള്ള ജമാലിയ പ്രസ്സിലായിരുന്നു. അറബി പ്രിൻറ്റിങ്ങിനുള്ള സൗകര്യമുള്ള ഒരു പ്രധാനപ്പെട്ട പ്രസ്സാണ്. ഒരു ആധുനിക പ്രസ്സല്ല എന്നുണ്ടെങ്കിലും ജമാലിയ പ്രസ്. ഈ ജമാലിയ പ്രസ്സിൽ ഈ അൽ ബുഷ്റ മാസിക അടിക്കുന്ന കാലത്ത് അതിൻ്റെ പ്രൂഫ് നോക്കുന്ന ചുമതല എനിക്കായിരുന്നു ഉണ്ടായിരുന്നത്. വലിയോറ അലി അബ്ദുൽ റസാഖ് മൗലവിയുടെ അനുജനായ PKM അബ്ദുൽ മജീദ് മദനി, അദ്ദേഹം KATFൻ്റെ ഒരു പ്രധാന പ്രവർത്തകനായിരുന്നു. അദ്ദേഹമാണ് അൽ ബുഷ്റയുടെ പ്രവർത്തനങ്ങൾക്ക്, അതിൻ്റെ മാനേജിങ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചിരുന്നത്. വൈലത്തൂരിലെ ഒരു മുറിയിൽ വെച്ചായിരുന്നു അതിൻ്റെ പല കാര്യങ്ങളും, അതിൻ്റെ റാപ്പർ എഴുതലും അത് ഒട്ടിക്കലും അതിൻ്റെ പല കാര്യങ്ങളും. അപ്പോൾ ആ കാലത്ത് അൽ ബുഷ്റ അറബി മാസികയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ KP മൗലവിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയത്. പിന്നെ ആ ബന്ധം വളരെ കാലം പല മേഖലകളിലായിട്ട് മുന്നോട്ട് പോയി. പിന്നീട് വളരെ പ്രധാനമായിട്ട് ഞാൻ ഓർമ്മിക്കുന്ന കാര്യം, ഇപ്പോൾ എൻ്റെയും കുഞ്ഞുമുഹമ്മദ് വർപ്പൂരിൻ്റെയും കൂടി പേരിൽ അറിയപ്പെടുന്ന ഒറ്റവാള്യത്തിലുള്ള കാര്യമായ വിശദീകരണങ്ങളൊന്നുമില്ലാത്ത ഒരു പരിഭാഷ, മികച്ച മലയാളമല്ല എന്നുണ്ടെങ്കിലും ഒരു വലിയ കുഴപ്പം കൂടാതെ വായിച്ചു പോകാവുന്ന മലയാളത്തിലുള്ള ഖുർആൻ പരിഭാഷ. ആ പരിഭാഷയുടെ ഉത്ഭവത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ബഹുമാന്യ സഹോദരൻ കുഞ്ഞുമുഹമ്മദ് അൻസാരി, അദ്ദേഹമായിരുന്നു ആ കാലത്ത് UAE ഇസ്ലാഹി സെൻറ്ററിൻ്റെ UAEയിൽ ഇസ്ലാഹി സെൻറ്റർ എന്ന ആ സംവിധാനം തന്നെ ആദ്യമായിട്ട് സ്ഥാപിച്ചത് അദ്ദേഹമാണ്. അങ്ങനെ ആ ഇസ്ലാഹി സെൻറ്ററിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹി എന്ന നിലയിൽ അദ്ദേഹം KP മൗലവിയുടെ മുമ്പിൽ ഒരാവശ്യം ഉന്നയിച്ചു. അതെന്താണെന്ന് വെച്ചാൽ, ഖുർആൻ ഓഡിയോ കാസറ്റുകൾ ഗൾഫിലുള്ള ആളുകൾക്ക് അവർ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും അതുപോലെ അവർ വീട്ടിലായിരിക്കുമ്പോഴുമൊക്കെ ഓഡിയോ കാസറ്റുകളിലൂടെ ഖുർആൻ്റെ പരിഭാഷ, വിശദമായ പരിഭാഷയല്ലാതെ നേർക്കുനേരെയുള്ള ചുരുങ്ങിയ പരിഭാഷ അത് കേൾക്കാൻ പല ആളുകൾക്കും അങ്ങനെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഖുർആൻ്റെ അർത്ഥം കേട്ട് മനസ്സിലാക്കുന്നതിനുള്ള ഒരു സൗകര്യം. അപ്പോൾ അങ്ങനെ ഖുർആൻ പരിഭാഷ ഓഡിയോ കാസറ്റായിട്ട്, നമ്മളിപ്പോൾ വായിക്കുന്ന പരിഭാഷയിൽ രണ്ടും കൂടി കുറച്ച് വ്യത്യാസമുണ്ട്. വായിക്കുന്ന പരിഭാഷയിൽ കോമ, ഫുൾ സ്റ്റോപ്പ്, കൊട്ടേഷന്, ചോദ്യചിഹ്നം, ആശ്ചര്യചിഹ്നം, അതുപോലെ ഈ മുഅ്തരിളായ ജുംല എന്ന് അറബിയിൽ പറയുന്നതിനെ പാരന്തറ്റിക്കൽ ക്ലോസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിനെ കുറിക്കാൻ വേണ്ടി അപ്പുറവും ഇപ്പുറവും ഇടുന്ന ഹൈഫൺ, ഇങ്ങനെയുള്ള പങ്ക്ച്വേഷൻ മാർക്സ് എന്ന് പറയും. കൃത്യത കാണിക്കാനുള്ള എഴുത്ത് ഭാഷയിലുള്ള, മാനക ഭാഷയിലുള്ള ചിഹ്നങ്ങൾ. ആ ചിഹ്നങ്ങൾ ഈ ഓഡിയോ പരിഭാഷയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കുത്തും കോമിയൊന്നും കേൾക്കാൻ പറ്റില്ലല്ലോ, കാണാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ കൃത്യതയെ കുറിക്കാനുള്ള ചിഹ്നങ്ങളില്ലാതെ, പങ്ക്ച്വേഷൻ മാർക്സ് ഇല്ലാതെ
കേട്ടാൽ കുഴപ്പം കൂടാതെ ആയത്തിൻ്റെ ഉള്ളടക്കം കേൾവിക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓഡിയോ ട്രാൻസ്ലേഷൻ, ഒരു ലളിതമായ മലയാളത്തിലുള്ള ഒരു ഓഡിയോ പരിഭാഷ വേണം എന്ന് കെ പി മൗലവിയെ ഇസ്ലാഹി സെൻറ്ററിന് വേണ്ടി കുഞ്ഞു മുഹമ്മദ് അൻസാരിയും മറ്റുമൊക്കെ അറിയിക്കുകയും അങ്ങനെ എന്നോട് കെ പി മൗലവി ഇങ്ങനെയുള്ള ഒരു ഓഡിയോ കാസറ്റിന് വേണ്ടിയുള്ള ഒരു ഖുർആൻ ട്രാൻസ്ലേഷൻ തയ്യാറാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് പ്രയാസമാണ്, കുഞ്ഞു പറപ്പൂറിൻ്റെയും കൂടി സഹകരണം ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടി സഹകരിച്ചിട്ട് ആ കാര്യത്തിൽ വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. ആദ്യം 10 ജുസുവിൻ്റെ ആണെന്ന് തോന്നുന്നു ഓഡിയോ കാസറ്റ് ഇറങ്ങി. പിന്നെ സാവധാനത്തിൽ 30 ജുസുവിൻ്റെയും ഓഡിയോ കാസറ്റ് ഇറങ്ങി. അത് ധാരാളമായിട്ട് UAE പ്രചരിക്കുകയും അതുകൊണ്ട് അവിടുത്തെ ഇസ്ലാഹി സെൻറ്ററിനും അതുപോലെ പ്രവാസികൾക്കിടയിലുള്ള പ്രബോധനത്തിനുമൊക്കെ അതുകൊണ്ട് ധാരാളം പ്രയോജനമുണ്ടായി എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കോട്ടക്കൽ ഇസ്ലാമിക് ലൈബ്രറി എന്ന് പറയുന്ന ഒരു പഴയ കോട്ടക്കലങ്ങാടിയിലുള്ള അത്ര പിന്നെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കോട്ടക്കൽ ഇസ്ലാമിക് ലൈബ്രറിയിൽ നിന്നിട്ടാണ് ഞാനും കുഞ്ഞുമുഹമ്മദും കൂടി ഈ പറയുന്ന ഓഡിയോ പരിഭാഷ തയ്യാറാക്കിയത്. അങ്ങനെ ആ ഓഡിയോ പരിഭാഷ ആദ്യാവസാനം കെ പി മൗലവിയെ വായിച്ചു കേൾപ്പിച്ചു. ഓരോ വാക്കും, ഓരോ ആയത്തിലെയും ഓരോ വാക്കും ആ വാക്കിന് ഏറ്റവും ശരിയായ പരിഭാഷയാണോ വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. അദ്ദേഹത്തിന് 2 കാര്യത്തിൽ നിർബന്ധമുണ്ടായിരുന്നു. ഒന്ന്, അറബിയിലെ വാചക ഘടനയുമായിട്ട് ഈ പരിഭാഷ തികച്ചും യോജിച്ചു പോകണം. ഒരു ഓഡിയോ പരിഭാഷയാണെങ്കിൽ പോലും ആയത്തിലുള്ള ഒരു ഹർഫിൻ്റെ പോലും അർത്ഥം ഇതിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. എന്നാൽ അതേ സമയത്ത് എല്ലാവർക്കും കേട്ടാൽ മനസ്സിലാവും വേണം. ഇത് അത്ര ലളിതമായൊരു കാര്യമല്ല. അറബിയിലുള്ള ഒരാശയം മലയാളത്തിലേക്ക് ഒരു ഓഡിയോ പരിഭാഷയായിട്ട് അവതരിപ്പിക്കാന്നാണ്. അപ്പോൾ കെ പി മൗലവിയുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അദ്ദേഹത്തിന് വീട്ടിൽ പോയാൽ ധാരാളം ജോലി തിരക്കുകളുണ്ടാകും, സംഘടനാപരമായ ഒരുപാട് തിരക്കുകൾ. അതിൻ്റെ ഇടയിൽ വീണ് കിട്ടുന്ന ചില്ലറ ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ഇത് ഞാൻ വായിച്ചു കൊടുക്കുകയും അദ്ദേഹം അതിന് ഭേദഗതികൾ നിർദ്ദേശിക്കുകയും ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ ആ കാലത്താണ് ഏറെ സമയം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാനും അദ്ദേഹത്തിൻ്റെ സൽക്കാരം സ്വീകരിക്കാനും അദ്ദേഹത്തോടൊപ്പം ദീർഘമായിട്ട് ഈ വിഷയത്തിൽ പങ്കുവയ്ക്കാനും കഴിയും. അതേ സമയത്ത് തന്നെ, ഈ കാര്യം നടക്കുന്ന അതേ സമയത്ത് തന്നെ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല കെ പി മൗലവിയുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദൗത്യവും എൻ്റെ ദൗത്യവും ഏറെക്കുറെ ഒന്നാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുതി തയ്യാറാക്കുന്ന ഖുർആൻ പരിഭാഷയുടെ ഏതാനും പേജുകളായി കഴിഞ്ഞാൽ, ഒരു 10, 50, 60 പേജ് എഴുതി തയ്യാറാക്കി കഴിഞ്ഞാൽ അതുമായിട്ട് വാണിയമ്പലത്ത് നിന്ന് അദ്ദേഹം ബസ്സിന് യാത്ര ചെയ്തിട്ട് നടന്ന് കെ പിയുടെ വീട്ടിലെത്തിയിട്ട് കെ പി മൗലവിക്ക് ഈ പരിഭാഷ വായിച്ച് കേൾപ്പിക്കുകയാണ്. അവിടെയും രണ്ടാളും തമ്മിൽ ഒരുപാട് ചർച്ചകൾ നടക്കുകയും എന്നിട്ട് തികച്ചും രണ്ടുപേർക്കും ബോധ്യപ്പെട്ട രൂപത്തിൽ ആ പരിഭാഷ അച്ചടിക്കാൻ വേണ്ടി ക്രമീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഖുർആൻ പരിഭാഷയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒന്ന് ഞങ്ങളുടെ ഈ വളരെ ചെറിയ പരിഭാഷയും ഒന്ന് അമാനി മൗലവിയുടെ വളരെ ബൃഹത്തായ പരിഭാഷയും. ഇത് രണ്ടിലും കെ പി മുഹമ്മദ് മൗലവിയുടെ മാർഗദർശനമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ സൂക്ഷ്മതയും വളരെ ശ്രദ്ധയുമൊക്കെ ഇത് രണ്ടും താരതമ്യേന കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടി വിനിയോഗിച്ചിരുന്നു. എഴുത്തിൻ്റെ മേഖലയിൽ അദ്ദേഹം സ്വന്തം കൈകൊണ്ട് എഴുതിയതല്ല എന്നുണ്ടെങ്കിലും സ്വന്തം കൈകൊണ്ട് എഴുതിയ എന്നെപ്പോലെയുള്ളവരെക്കാളും വലിയ ഒരു സേവനമാണ് ഈ 2 ഖുർആൻ പരിഭാഷകളുടെ കാര്യത്തിലും കെ പി മുഹമ്മദ് മൗലവി റഹിമഹുല്ല നിർവഹിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഇന്ന് നിലവിലുള്ള ഈ വളരെ ബൃഹത്തായ അതുല്യമായ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ കാര്യത്തിലും അങ്ങനെ ഒന്നും അല്ല എന്നുണ്ടെങ്കിലും പെട്ടെന്ന് വായിച്ചു പോകാവുന്ന തരത്തിലുള്ള ചെറിയൊരു ഖുർആൻ പരിഭാഷയുടെ കാര്യത്തിലും ഈ 2 വിഷയത്തിലും ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ഇസ്ലാഹി രംഗത്തെ പ്രമുഖ പണ്ഡിതനും പ്രമുഖ ചിന്തകനും അതോടൊപ്പം എഴുത്തുകാരനുമാണ് കെ പി മൗലവി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ അൽമനാർ മാസികയുടെ ഏറെക്കാലം 10 പതിറ്റാണ്ടുകൾ
അൽമനാർ മാസികയിൽ വരുന്ന ലേഖനങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാകണം എന്നത് ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടമുണ്ടായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ലേഖനം എഴുതാറുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടെ വിൽപ്പനക്കുള്ള പുസ്തകങ്ങൾ, അതിൽ ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസം പഠിപ്പിക്കുന്ന വിശ്വാസം എന്ന പുസ്തകം, അതുപോലെ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്നതിൻ്റെ അതിലെ ശിർക്കും അനിസ്ലാമികതയും വിവരിക്കുന്ന അൽ ഇസ്തിഗാസ എന്ന ഗ്രന്ഥം, അതുപോലെ അള്ളാഹുവിലേക്ക് മധ്യവർത്തികൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഇടയാളന്മാരെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നതിലുള്ള അനിസ്ലാമികത വിവരിക്കുന്ന തവസ്സുലു എന്ന ഗ്രന്ഥം, അതുപോലെ സയ്യിദ് മൗദൂദിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ അവരുടെ ഇസ്ലാമിക ആശയങ്ങളെ സംബന്ധിച്ച് ഇബാദത്ത്, റബ്ബ്, ഇലാഹ്, ദീന് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ അവതരിപ്പിക്കുന്ന നിലപാടും യഥാർത്ഥമായ ഇസ്ലാമിക നിലപാടും എന്താണെന്ന് വളരെ താരതമ്യം ചെയ്ത് വ്യക്തമാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇബാദത്തും ഇതാഴത്തും എന്ന പുസ്തകം, അതുപോലെ ഷിയായിസത്തിൻ്റെയും സൂഫിസത്തിൻ്റെയും കൊള്ളരുതായ്മകൾ കാണിക്കുന്ന സൂഫിസം എന്ന ഗ്രന്ഥം, അതിൽ തന്നെ തരീഖത്തും മറ്റുമൊക്കെ കൂടുതൽ വിശദീകരിക്കുന്ന അതിൻ്റെ മറ്റൊരു പതിപ്പ് സൂഫിസം തരീഖത്ത് ഇസ്ലാം എന്ന പേരിൽ യുവതാ ബുക്ക് ഹൗസ് ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ഗ്രന്ഥങ്ങളിൽ പലതും, ഇതിന് പുറമെ അനന്തരാവകാശത്തെ സംബന്ധിച്ചുള്ള ഒരു പുസ്തകവും പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്തായിരുന്നാലും KP മുഹമ്മദ് മൗലവി അൽമനാർ മാസികയിലൂടെ ലേഖന രൂപത്തിൽ എഴുതുകയും പിന്നീട് അത് കേരള നദുവത്തുൽ മുജാഹിദീനും അതുപോലെ യുവതാ പബ്ലിഷിംഗ് ഹൗസുമൊക്കെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തു. ഈ പുസ്തകങ്ങളുടെ ശ്രദ്ധേയമായ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇവിടെ നമ്മുടെ ബഹുമാന്യ ജനറൽ സെക്രട്ടറി ഉണ്ണിക്കുട്ടി മൗലവി വിശദീകരിക്കുകയുണ്ടായി. ഞാൻ അതിനെ സംബന്ധിച്ച് വളരെയേറെ അതിൻ്റെ ചർച്ചകളിലേക്ക് കടക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇസ്ലാം എന്താണ്, ഇസ്ലാമിൻ്റെ പേരിൽ ഇവിടെ പല പല കക്ഷികൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്, സാക്ഷാൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലുള്ളത് അള്ളാഹുവിൻ്റെ കിതാബായ പരിശുദ്ധ ഖുർആനിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം എന്നിവ സംബന്ധിച്ച സഹീഹായ വിശ്വസനീയമായ റിപ്പോർട്ടുകളും, ഇത് രണ്ടുമാണ് ഇസ്ലാമിലെ പ്രമാണം. ആ പ്രമാണത്തിൽ നിന്ന് ഇവിടെയുള്ള വിവിധ മുസ്ലിം ചിന്താഗതിക്കാർ, പ്രസ്ഥാനക്കാർ ഏതൊക്കെ തരത്തിലാണ് വ്യതിചലിച്ചു പോയത്, അവർ എങ്ങനെയൊക്കെയാണ് ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്, അവരെങ്ങനെയൊക്കെയാണ് റസൂലിൻ്റെ പേരിൽ വ്യാജമായ ഹദീസുകൾ ഉണ്ടാക്കുന്നത്, ഹദീസുകളെ എങ്ങനെയാണ് അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ ആധികാരികമായ ഉദ്ധരണികളോട് കൂടിയാണ് ഈ പുസ്തകങ്ങളൊക്കെ. ഇന്ന് ശരാശരിക്കാരായ, അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ അറബി ഭാഷ കാര്യമായിട്ട് അറിയാത്ത ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ഒരു കെട്ടിക്കൊടുക്കും കൂടാതെ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് സംശയം കൂടാതെ മനസ്സിലാക്കാൻ KP മൗലവിയുടെ ഈ പുസ്തകങ്ങൾ പ്രയോജനപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അള്ളാഹു അല്ലാത്തവരോട് അവരെ വിളിച്ചു തേടാനോ പ്രാർത്ഥിക്കാനോ വേണ്ടി പണ്ട് കാലം മുതൽ ഇവിടെ പലതരത്തിലുള്ള ആളുകൾ ന്യായവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും ന്യായങ്ങൾ എന്തൊക്കെയാണ്, ആ ന്യായത്തിൻ്റെ പൊള്ളത്തരം എന്താണ്, അതെങ്ങനെയൊക്കെയാണ് അവർ ദുർവ്യാഖ്യാനം ചെയ്തുണ്ടാക്കിയത് എന്നൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്. പക്ഷെ അതേ സമയത്ത് തന്നെ ആ ആളുകളെ ആരെയും വ്യക്തിപരമായി KP ഇകഴ്ത്തിയിട്ടില്ല. പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഇവിടുത്തെ സമസ്തക്കാരുടെ ആശയങ്ങളെ തവസ്സുൽ, അതുപോലെ അൽ ഇസ്തിഗാസ, വിശ്വാസം എന്നീ 3 പുസ്തകങ്ങളിൽ സമസ്തക്കാരുടെ ഒരുപാട് ആശയങ്ങളെ KP മൗലവി വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ ഒരു സ്ഥലത്ത് പോലും സമസ്ത എന്ന സംഘടനയെ ആക്ഷേപിച്ചിട്ടില്ല. ആ സംഘടനയെ സംബന്ധിച്ച് ഒരു ശകാരത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹം ഒരിക്കലും എഴുതിയിട്ടില്ല. അതുപോലെ തന്നെ അതിൻ്റെ ആദ്യകാല പണ്ഡിതന്മാരും ഇവിടെ പരാമർശിക്കപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാരെ പോലെ, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പോലെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, അങ്ങനത്തെ ആളുകളെ പറ്റി പോലും വ്യക്തിപരമായി
ഒരു പരാമർശവും, പരദൂഷണമാകാൻ സാധ്യതയുള്ള ഒരു പരാമർശവും KP മൗലവിയുടെ പുസ്തകങ്ങളിൽ എവിടെയും ഇല്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. പറയേണ്ടത് പറയുക എന്ന് വെച്ചാൽ ഇന്ന ആശയത്തിൽ ഖുർആനിനോട് യോജിക്കുന്നത് ഇന്നതാണ്, സഹീഹായ ഹദീസിനോട് യോജിക്കുന്നത് ഇന്നതാണ്, പൂർവികന്മാരായ മഹാപണ്ഡിതന്മാരുടെ നിലപാടുകളോട് യോജിക്കുന്നത് ഇന്നതാണ്, അതിനെതിരായിട്ടുള്ളത് ഇന്നതാണ്. ഹദീസുകളുടെ കൂട്ടത്തിൽ പ്രമാണത്തിന് പറ്റിയ ഹദീസ് ഏതാണ്, പ്രമാണമാക്കാൻ പറ്റാത്ത ദുർബലമായ റിപ്പോർട്ടുകളും നിർമ്മിതമായ റിപ്പോർട്ടുകളും ഏതൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ ഒരു ആധികാരിക പണ്ഡിതൻ്റെ സൂക്ഷ്മതയോടും അവധാനതയോടും കൂടിയാണ് KP മൗലവി ഈ പുസ്തകങ്ങളിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ പണ്ടുകാലത്ത് അൽമനാറിൽ ലേഖനമായി വന്നപ്പോൾ വായിച്ചതായിരുന്നു. ഇവിടെ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഈ പുസ്തകങ്ങളൊക്കെ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പരിശോധിച്ചു. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളിലേക്ക് ഈ സംസാരത്തിൽ എനിക്ക് കടക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാലും നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ സാധിക്കുന്ന ആളുകൾ ഈ പുസ്തകങ്ങൾ ഒരാവർത്തി വായിക്കേണ്ടതാണ്. അത് വായിച്ചാൽ തീർച്ചയായും വളരെ വ്യക്തത നിങ്ങൾക്ക് ലഭിക്കും. ഇബാദത്തും ഇതാഅത്തും എന്ന പുസ്തകം ഖുർആനിൽ നിങ്ങൾക്കൊക്കെ വ്യക്തമായി കാണാം. അല്ലാഹു അല്ലാത്ത ഒരാൾക്കും ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് ഖുർആനിലെ ഒരുപാട് ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അല്ലാഹു അല്ലാത്ത ആർക്കും ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. അതുപോലെ അല്ലാഹു അല്ലാത്ത ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഖുർആനിൽ വളരെ വ്യക്തമായി ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അനുസരണത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല, അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കണം, റസൂലിനെയും അനുസരിക്കണം. വഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള കൈകാര്യകർത്താക്കന്മാരെയും, അതായത് നിങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുന്ന ആളുകളെയും നിങ്ങൾ അനുസരിക്കണം. അപ്പോൾ ഇബാദത്ത് അല്ലാഹു അല്ലാത്ത ആർക്കും അർപ്പിക്കാൻ പാടില്ല. എന്നാൽ അനുസരണം എന്നത് അള്ളാഹുവിന് മാത്രം അർപ്പിക്കാവുന്ന അനുസരണമുണ്ട്, അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ. എന്നാൽ അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കാവുന്ന അനുസരണമുണ്ട്. റസൂലിനെ അനുസരിക്കേണ്ടതുണ്ട്, മാതാപിതാക്കളെ അനുസരിക്കേണ്ടതുണ്ട്, ഭരണാധികാരികളെ അനുസരിക്കേണ്ടതുണ്ട്. അപ്പോൾ അനുസരണം എന്ന വിഷയം അത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു എന്ന് പറഞ്ഞതുപോലെ അല്ലാ തുതിഉ ഇല്ലാ ഇയ്യാഹു എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അതാ എന്ന് പറഞ്ഞാൽ അനുസരിച്ചു, യുതിഉ എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നു, അല്ലാ തുതിഉ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല എന്ന്. എന്നാൽ അങ്ങനെ അല്ലാ തുതിഉ ഇല്ലല്ലാഹ, അല്ലാഹു അല്ലാത്ത ആരെയും നിങ്ങൾ അനുസരിക്കാൻ പാടില്ല എന്നൊരു വാക്ക് ഖുർആനിലില്ല. അല്ലാ തഅബുദു ഇല്ലല്ലാഹ എന്ന വാക്ക് ഖുർആനിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഇതാഅത്ത് എന്നതും ഇബാദത്ത് എന്നതും രണ്ടും രണ്ട് കാര്യമാണ് എന്നത് വളരെ വ്യക്തമാണ്. ഈ രണ്ട് കാര്യങ്ങളും കൂട്ടിക്കുഴച്ചിട്ട് ഒരുപാട് വസ്വാസുകൾ സയ്യിദ് മൗദൂദിയും സയ്യിദ് കുത്തുബും അതുപോലെയൊക്കെയുള്ള ആ രീതിയിലുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ വ്യക്തത നൽകുന്ന ഒരു ഗ്രന്ഥം, പ്രമാണബദ്ധമായ ഒരു ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിന് മുമ്പ്, ഇബാദത്തും ഇതാഅത്തും എന്ന ഈ പുസ്തകത്തിന് മുമ്പ് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വ്യതിയാനങ്ങളെ സംബന്ധിച്ച് പറയുന്ന പ്രസിദ്ധമായ മറ്റൊരു ഗ്രന്ഥം അത് ഇതിന് ശേഷമാണ് പുറത്തു വന്നത്. ഇവിടെ ഇപ്പോൾ സമീപകാലത്ത് പ്രബോധനം വാരികയിൽ ഒരു പരാമർശം വന്നു. മുജാഹിദുകളുടെ കൂട്ടത്തിൽ ഉമർ മൗലവി ബാധിച്ച കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ജമാഅത്ത് വിരോധമുള്ളൂ, വേറെ ആർക്കും അതില്ല. ഉമർ മൗലവി ബാധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ എന്താണ് പറയുക, ഒരു വലിയ പരദൂഷണമാണ്. ഏത് ഒരു ബാധ പോലെ എന്തോ എന്നാണ് ഉമർ മൗലവിക്ക് ഈ വിഷയത്തിലുള്ള ചിന്ത. അതൊരു നേരായ ചിന്തയല്ല എന്ന് മാത്രമല്ല, ഒരു പൈശാചിക ബാധ പോലുള്ളൊരു ചിന്തയാണ്. അത് ബാധിച്ച ആൾക്കാർക്ക് മാത്രമേ മുജാഹിദീങ്ങളുടെ കൂട്ടത്തിൽ ജമാഅത്തുകാരോട് വിയോജിപ്പുള്ളൂ. ഞാനിത് പറയുന്നത് എനിക്ക് ജമാഅത്തുകാരോട് വിരോധമൊന്നുമില്ല. ജമാഅത്തിൻ്റെ നേതാക്കന്മാർ അടക്കമുള്ള ഒരുപാട് ആളുകളുമായിട്ട് വ്യക്തിപരമായി സൗഹൃദം പുലർത്തുന്ന ഒരാളാണ് ഞാൻ. അവരെ
സംഘടനയെയോ അവരുടെ ആളുകളെയോ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ ഉമർ മൗലവി മാത്രം പറഞ്ഞതല്ല ഇത്. ഇന്ത്യയിലെ അല്പം മുമ്പ് ലോകത്തറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനാണ് മൗലാന അബുൽ ഹസൻ അലി നദ്വി. നിങ്ങളിൽ പലരും ഓർമ്മിക്കുന്നുണ്ടാകും, ലക്നൗവിലെ നദ്വത്തുൽ ഉലമായുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്ന ഒരുപാട് അറബി ഗ്രന്ഥങ്ങളുടെ രചയിതാവായ അബുൽ ഹസൻ അലി നദ്വി. അദ്ദേഹം തഫ്സീറു സിയാസിയുൽ ഇസ്ലാം എന്നൊരു ഗ്രന്ഥം, അത് ആദ്യം ഉറുദുവിലാണ് പ്രസിദ്ധീകരിച്ചത്, പിന്നെ അതിൻ്റെ അറബി തർജ്ജമ വന്നു, തഫ്സീറു സിയാസിയുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ വ്യാഖ്യാനം. ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ വ്യാഖ്യാനം എന്നാണ് തഫ്സീറു സിയാസിയുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. മൗദൂദി സാഹിബ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഖുർആൻ കി ചാർ ബുനിയാദി ഇസ്തിലാഹൻ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ, അത് അറബിയിൽ അൽ മുസ്തലഹാത്തുൽ അർബഅത്തു ഫിൽ ഖുർആൻ എന്ന പേരിൽ വന്നിട്ടുണ്ട്. സമീപകാലത്ത് ജമാഅത്തുകാർ തന്നെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് 4 സാങ്കേതിക ശബ്ദങ്ങൾ എന്ന പേരിൽ. ഈ അൽ മുസ്തലഹാത്തുൽ അർബഅത്തു ഫിൽ ഖുർആൻ അല്ലെങ്കിൽ ചാർ ബുനിയാദി ഇസ്തിലാഹൻ എന്ന പുസ്തകത്തിൽ റബ്ബ്, ഇലാഹ്, ഇബാദത്ത്, ദീന് എന്നീ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 പദങ്ങളെ പ്രവാചകന്മാരോ റസൂലിൻ്റെ സഹാബികളോ പൂർവികരായ പണ്ഡിതന്മാരോ വിലയിരുത്തിയതുപോലെ അല്ല വിലയിരുത്തിയത്. രാഷ്ട്രീയമായ ഒരു പുതിയ വ്യാഖ്യാനം, ഇസ്ലാമിനെ ഒരു ദീൻ എന്ന നിലയിൽ അവതരിപ്പിക്കുന്നതിന് പകരം ഇസ്ലാമിനെ ഒരു ഐഡിയോളജി എന്ന നിലയിൽ അവതരിപ്പിക്കാൻ വേണ്ടി. സോഷ്യലിസം ഒരു ഐഡിയോളജിയായി രംഗത്ത് വന്നപ്പോൾ, ക്യാപിറ്റലിസം വരെ ഐഡിയോളജിയായി വന്നപ്പോൾ, മലയാളത്തിൽ പ്രത്യയശാസ്ത്രം എന്ന് പറയും, അങ്ങനെ കമ്മ്യൂണിസത്തിൻ്റെ പ്രത്യയശാസ്ത്രവും മുതലാളിത്തത്തിൻ്റെ പ്രത്യയശാസ്ത്രവും വന്നപ്പോൾ ഇസ്ലാമിനെ ദൈവികമായൊരു പ്രത്യയശാസ്ത്രമായിട്ട് അവതരിപ്പിക്കണം. അങ്ങനെ അവതരിപ്പിച്ചാലേ ഈ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകാര്യമാവുകയുള്ളൂ. ആളുകളൊക്കെ രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാം ജനങ്ങൾക്ക് സ്വീകാര്യമാകണമെങ്കിൽ ഇസ്ലാമിനെയും ഒരു പ്രത്യയശാസ്ത്രമായിട്ട് അവതരിപ്പിച്ചേ തീരൂ എന്ന ചിന്ത കൊണ്ടാണ് മൗദൂദി സാഹിബ് ഇബാദത്ത്, പിന്നെ റബ്ബ്, ഇലാഹ്, ഇബാദത്ത്, ദീന് എന്നീ പദങ്ങൾക്ക് രാഷ്ട്രീയമായ വ്യാഖ്യാനം നൽകിയത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് തഫ്സീറു സിയാസിയുൽ ഇസ്ലാം എന്ന ഗ്രന്ഥം അബുൽ ഹസൻ അലി നദ്വി പ്രസിദ്ധീകരിച്ചത്. അദ്ദേഹം ഉമർ മൗലവി ബാധിച്ച ഒരാളാണ് എന്ന് ഇന്ത്യയിലെ പക്വതയുള്ള ഒരു മനുഷ്യനും പറയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യയിലെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന പക്വതയുള്ള ഒരു മനുഷ്യൻ പോലും ഉമർ മൗലവി ബാധ എന്ന് പറയുന്ന ബാധ ബാധിച്ച ആളാണ് അബുൽ ഹസൻ അലി നദ്വി എന്ന് പറയാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ പ്രശ്നം ഉമർ മൗലവി എങ്ങനെയാണോ അല്ലേ എന്നുള്ളതല്ല. ഈ വിഷയത്തിൽ ഉമർ മൗലവി ഒരു തെറ്റും വരുത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയാനുള്ളത് അദ്ദേഹം കുറച്ച് കടുപ്പിച്ച് പറയാറുണ്ടായിരുന്നു മാത്രം. KP മുഹമ്മദ് മൗലവി വളരെ സൗമ്യമായി, വളരെ പക്വതയോടെ, വളരെ വിനയത്തോടെയാണ് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യാറുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അത്ര തന്നെ ആവാതെ കുറച്ച് കടുപ്പിച്ച് തന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നത് മാത്രമാണ് ഉമർ മൗലവിയുടെ പ്രത്യേകത. ഓരോ വ്യക്തികൾക്കും അവരുടെ വ്യക്തിത്വത്തിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ. നമുക്കറിയാമല്ലോ, അബൂബക്കർ സിദ്ദീഖിൻ്റെയും ഉമർ ഖത്താബിൻ്റെയും ഒക്കെ വ്യക്തിത്വത്തിനുണ്ടായിരുന്ന വ്യത്യാസങ്ങൾ. അതല്ലാതെ ഉമർ മൗലവി ഈ രംഗത്ത് ഗുരുതരമായ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും ഇബാദത്തും ഇത്തായത്തും എന്ന ഗ്രന്ഥം അതിവിടെ വലിയ ചിന്താവിഷയമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് KPയെ വിമർശിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ദീർഘകാല അമീറായിരുന്ന KC അബ്ദുള്ള മൗലവി ഇബാദത്ത് ഒരു സമഗ്ര പഠനം എന്ന പേരിലൊരു പുസ്തകം എഴുതി. ഇബാദത്ത് ഒരു സമഗ്ര പഠനം. എനിക്ക് KCയോട് ബഹുമാനമുണ്ട്. അദ്ദേഹം ഒരു മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് പരദൂഷണമാകും, കുറ്റകരമാകുമെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇബാദത്ത് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ KP മൗലവി സ്വീകരിച്ചതുപോലെയുള്ള
വസ്തുനിഷ്ഠവും പക്വവും സൗമ്യവും വിനയാന്വിതവുമായ നിലപാടല്ല സ്വീകരിച്ചത്. പലപ്പോഴും രൂക്ഷമായ കടന്നാക്രമണത്തിൻ്റെ ശൈലിയായിരുന്നു കെ സിയുടെ പുസ്തകത്തിലുണ്ടായിരുന്നത്. ഒരു സ്ഥലത്ത് കെ പി മൗലവിയുടെ ഒരു പരാമർശത്തെ സംബന്ധിച്ച് ഗതികേടിൻ്റെ കുരങ്ങൻ കളി എന്നാണ് കെ സി ആ പുസ്തകത്തിൽ എഴുതിയത്. കെ പി വിഷയകമായി നടത്തിയ ഒരു പരാമർശം, കെ പിയുടെ പരാമർശത്തിൽ പരദൂഷണവുമില്ല, ആളുകൾ ആക്ഷേപിക്കലുമില്ല. എന്നിട്ടും അതിനെ കെ സി അബ്ദുൽ മൗലവി അതിനെ വിശേഷിപ്പിച്ചത് ഗതികേടിൻ്റെ കുരങ്ങൻ കളി എന്നായിരുന്നു. ഏതായിരുന്നാലും ആ ഘട്ടത്തിലാണ് ഈ രണ്ട് പുസ്തകങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ട് ഇബാദത്തും ഇതാഴത്തും എന്ന മർഹൂം കെ പി മൗലവിയുടെ പുസ്തകത്തെയും ജമാഅത്തെ ഇസ്ലാമിയുടെ അക്കാലത്തെ അമീറായിരുന്ന, അക്കാലത്തോ അതിൻ്റെ തൊട്ടു മുമ്പോ അമീറായിരുന്ന കെ സി അബ്ദുള്ള മൗലവിയുടെ ഇബാദത്ത് സമഗ്ര പഠനം എന്ന പുസ്തകം, ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്തുകൊണ്ട് ഷബാബ് വാരികയിൽ ഒരു ലേഖന പരമ്പര ഞാൻ എഴുതുകയും പിന്നീട് യുവതാ ബുക്ക് ഹൗസ് ഇബാദത്ത് വീക്ഷണങ്ങളുടെ താരതമ്യം എന്ന പേരിൽ അത് യുവതാ ബുക്ക് ഹൗസ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് ഒരു ബൃഹത്തായ ഗ്രന്ഥമാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാലും ഈ വിഷയത്തിൽ അവർ അവതരിപ്പിച്ച ഒരുപാട് പോയിന്റുകളാണ്, എനിക്കത് വിശദീകരിക്കാൻ സമയമില്ല. ഈ വിഷയകമായി ഇവിടെ ഉണ്ടായിത്തീർന്ന ഒരുപാട് ആശയക്കുഴപ്പങ്ങൾക്ക് തൃപ്തികരമായ വിശദീകരണം എൻ്റെ ആ ചെറിയ പുസ്തകത്തിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെതിരിൽ വീണ്ടും കെ പി കുറേ കൂടി കട്ടിയുള്ളൊരു പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിന് മറ്റു ചില ആളുകൾ വിമർശനം എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുതിയിട്ടില്ല, കെ പി മൗലവിയും എഴുതിയിട്ടില്ല. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതുപോലെ സൂഫിസം, തരീക്കത്ത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇസ്ലാമിലെ ഗുരുതരമായ വ്യതിയാനങ്ങളുടെ കൂട്ടത്തിലൊന്നാണ്. സൂഫിസം എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് കേവലം ഭക്തി പ്രസ്ഥാനമായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലും അതുപോലെ നോമ്പിലും തഹജ്ജുദ് നിസ്കാരത്തിലും അതുപോലെ ദിക്റിലും ഒക്കെ കൂടുതൽ ഏർപ്പെടുകയും അങ്ങനെ ഭക്തി നിറഞ്ഞ ഒരു ജീവിതം നയിക്കുകയും ചെയ്യുക അതൊരു മോശപ്പെട്ട കാര്യമല്ല. അങ്ങനെയാണ് തുടങ്ങിയത്. പക്ഷേ പിൽക്കാലത്ത് അത് വന്നിട്ട് എന്തായി? അത് വളർന്നു വന്നിട്ട് ദിക്റിലൂടെ, പ്രാർത്ഥനകളിലൂടെ, സാധനകൾ എന്ന് മലയാളത്തിൽ പറയപ്പെടുന്ന തരത്തിലുള്ള ഇവരെന്താ മുഹാലറ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പ്രക്രിയകളിലൂടെ അങ്ങനെ മുന്നോട്ട് പോയിട്ട് ഈ പിന്നെ ആബിദായ ദാക്കിറായ ഈ മനുഷ്യനും അള്ളാഹുവുമായിട്ട് ലയിച്ചു ചേരുക. പിന്നെ ഇയാൾ വേറില്ല, അള്ളാഹു വേറില്ല, രണ്ടും ഒന്ന് തന്നെ. അതിന് ഫനാഹ് എന്നാണ് അവർ ഉപയോഗിക്കുന്ന വാക്ക്. ഫനാഹ് എന്ന് പറഞ്ഞാൽ ഭക്തനായ മനുഷ്യൻ, അവർ പറയൽ ഇഷ്ട് എന്നാണ്. ഇഷ്ട് എന്ന് പറഞ്ഞാൽ പ്രേമം എന്നാണ്. അള്ളാഹുവോടുള്ള അങ്ങേയറ്റത്തെ പ്രേമം. ആ പ്രേമം അതിൻ്റെ മൂർധന്യത്തിലെത്തുമ്പോൾ ഈ കാമുകനായ മനുഷ്യൻ സ്വയം നശിച്ചു പോവുകയും അയാളുടെ സത്ത അള്ളാഹുവിൻ്റെ സത്തയിൽ ലയിക്കുകയും രണ്ടുപേരുടെയും സത്ത ഒന്നാവുകയും ചെയ്യുക. അങ്ങനെയുള്ളൊരവസ്ഥ വരെ എത്തുമെന്നും അങ്ങനെ ആയാൽ ഈ ആളും പടച്ചവനും ഒരേ മാതിരി തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഖാലിഖും ഖൽഖും, സൃഷ്ടാവും സൃഷ്ടിയും രണ്ടും ഒന്ന് തന്നെയാവുന്ന, ആബിദും മഅബൂദും, ആരാധിക്കുന്നവനും ആരാധിക്കപ്പെടുന്നവനും രണ്ടും ഒന്ന് തന്നെയാവുന്ന അദ്വൈതം. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടില്ലാത്ത അവസ്ഥ എന്നാണ് അദ്വൈതം. അറബിയിൽ അതിൻ്റെ ആളുകൾ പറഞ്ഞ് വഹദത്തുൽ വജൂദ് എന്നാണ്. ഇബ്നു അറബിയെ പോലെയുള്ള, ഹല്ലാജിനെ പോലെയുള്ള ആളുകൾ അവരുടെ വളരെ മധുര മനോഹരമായ വാക്കുകളിലൂടെ, റൂമിയെ പോലെയുള്ള ആളുകൾ അവരുടെ മനോഹരമായ കവിതകളിലൂടെ, കഥകളിലൂടെയൊക്കെ ഈ പറയുന്ന മനുഷ്യൻ സ്വയം ദൈവമാകുന്ന, ദൈവാവതാരമാകുന്ന, ദൈവത്തിൽ ലയിച്ചു ചേരുന്ന അത്തരം ഒരു ചിന്താഗതി അത് ഇസ്ലാമിലൊരു കാലത്ത് വളരെ പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും കേരളത്തിൽ ഒരുപാട് സൂഫി ശൈഖന്മാരും തരീക്കത്തുമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ അവതരിപ്പിക്കുന്ന ന്യായവാദങ്ങൾ എന്തൊക്കെയാണ്, അതിലുള്ള തകരാറുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് സൂഫിസത്തെ സംബന്ധിച്ചും, യഥാർത്ഥത്തിൽ ഷിയായിസത്തിലൂടെയാണ് സൂഫിസം വളർന്നു വന്നത്. ഷിയായിസം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. നാം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും ഒക്കെയാണ്. ഈ ആളുകളെ ശപിച്ചാലേ യഥാർത്ഥ മുസ്ലിമാവൂ എന്നാണ് ഷിയാ വിശ്വാസം. അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബും ഒക്കെ അവരൊക്കെ കാഫിറുകളാണ് എന്നും അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ലഅനത്തുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ടത് മതപരമായ ബാധ്യതയാണ്
എന്നുമൊക്കെയാണ് ഷിയായിസം പഠിപ്പിക്കുന്നത്. ഈ ഷിയായിസത്തിലൂടെയാണ് സൂഫിസത്തിൽ ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നത്. അപ്പോൾ ഈ സൂഫിസവും ഷിയായിസവും ഒക്കെ പഠിപ്പിക്കുന്ന വളരെ അതിരുകവിഞ്ഞ വാദങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെയൊക്കെ യഥാർത്ഥ നില എന്തൊക്കെയാണെന്നും ഒക്കെ ഈ പുസ്തകങ്ങളിൽ കെ പി മൗലവി വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. തീർച്ചയായും കെ പിയുടെ പുസ്തകങ്ങൾ പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും ഒക്കെ ഒരുപോലെ റെഫർ ചെയ്യാവുന്ന, ഒരുപോലെ പഠിച്ച് മനസ്സിലാക്കാവുന്ന, അതിലൂടെ ഈമാൻ ശക്തമാക്കാവുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്ന ഗ്രന്ഥമുണ്ട്. വിശ്വാസം എന്ന ഗ്രന്ഥം അള്ളാഹുവിലുള്ള വിശ്വാസം എങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ സിഫത്തുകളിലുള്ള വിശ്വാസം എന്താണ്, ഈ വിഷയത്തിലൊക്കെ ജഹ്മിയാക്കൾ ഖദരിയാക്കൾ എന്നൊക്കെ പറയുന്ന കൂട്ടർക്കുണ്ടായ ലലാലത്തുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ വളരെ സുദീർഘമായി വിശദീകരിച്ചിട്ടുണ്ട് കെ പി മൗലവിയുടെ വിശ്വാസം എന്ന പുസ്തകത്തിൽ. പക്ഷെ ഞാൻ വേദനയോടുകൂടെ പറയുകയാണ്, ഈ പുസ്തകങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രമേ വായിക്കപ്പെടുന്നുള്ളൂ. മുജാഹിദുകൾ എന്ന് പറയുന്ന ആളുകൾ കെ പി മൗലവിയുടെ ആധികാരികമായ, പ്രാമാണികമായ, നിത്യപ്രസക്തമായ ഈ ഗ്രന്ഥങ്ങൾ വളരെ കുറച്ച് മാത്രമേ വായിക്കുന്നുള്ളൂ എന്നത് വേദനാജനകമായ ഒരു വസ്തുതയാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്. ഈ മുസ്ലിം പ്രസാധകന്മാർ, അത് KNM ആയിരുന്നാലും യുവതയായിരുന്നാലും വേറെ ആരായിരുന്നാലും, ഇസ്ലാമിക പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ആളുകൾ അത് തീർത്തും അച്ചടിത്തെറ്റില്ലാത്തതാക്കാൻ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല. മലയാളത്തിലും അറബിയിലുമൊക്കെയുള്ള അച്ചടിത്തെറ്റ് 100% ഒഴിവാക്കിയിട്ട് തീർത്തും ശരിയായ രൂപത്തിലായിരിക്കണം ഒരു പുസ്തകം അച്ചടിച്ച് പുറത്തിറക്കുന്നത് എന്ന നിർബന്ധം ഇപ്പോഴും നമ്മുടെ ആളുകൾ വളരെ പുലർത്തുന്നില്ല എന്നൊരു ഖേദകരമായ വസ്തുതയും കൂടി ഈ സമയത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും കെ പി മുഹമ്മദ് മൗലവി ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനെന്ന നിലയിലും, അതുപോലെ മാസികയുടെ പത്രാധിപർ, അൽബുഷറ അറബി മാസികയുടെ പത്രാധിപർ എന്ന നിലയിലും, അൽമറ മാസികയുടെ പത്രാധിപർ എന്ന നിലയിലും, അതുപോലെ ഖുർആൻ പരിഭാഷ ഒത്തുനോക്കി പരിശോധിച്ച പരിശോധകൻ എഡിറ്റർ എന്ന നിലയിലും, അതുപോലെ ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളുടെയൊക്കെ കർത്താവ് എന്ന നിലയിലുമൊക്കെ കേരളത്തിലെ ഇസ്ലാഹി ആശയത്തിന് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രമാണബദ്ധമായ ഇസ്ലാം എന്താണ് മനസ്സിലാക്കി കൊടുക്കുന്ന രംഗത്ത് അതുല്യമായ, മഹനീയമായ, ആദരണീയമായ, ചിരകാല സ്മരണീയമായ സേവനമാണ് അർപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ടാവാൻ പാടില്ല. അദ്ദേഹത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആശയം നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന, അങ്ങനെ ദീനിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ഇസ്ലാമിൻ്റെ യഥാർത്ഥ സാക്ഷികളായി ജീവിച്ച് മരിക്കുകയും ഒക്കെ ചെയ്യാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.